ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും ഫാമിലിക്കും എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി വ്ളോഗാണ് കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ ഷെയർ ആക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ഫുഡ് കോൺടെസ്റ്റിൽ ഒരു ഗസ്റ്റ് ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ടി പോയിട്ടുള്ളത് ഒരു സ്കൂളിലേക്കാണ്. അവിടുത്തെ കുട്ടികളെല്ലാം കൂടിയിട്ട് ഒരു ഫുഡ് കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പറയാനും പിന്നെ അവിടെ ഒരു ചീഫ് ഗസ്റ്റായിട്ടും പിന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്ത്. രാവിലെ ഞാൻ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ഒരു കോള് വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം അന്നത്തെ ഡേ മൊത്തത്തിൽ എൻ്റെ കളറായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ കിട്ടുന്നത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് വറക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇതിപ്പോൾ അവിടുത്തെ സാറ് എന്നെ പറ്റിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കെല്ലാം. അപ്പോൾ അവർ ഫുഡ് ഐറ്റംസ് എല്ലാം ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും എല്ലാം കൂടിയിട്ട് എനിക്കൊരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ പോലെ തരുന്ന ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. കുട്ടികൾ ഓരോ ചെസ് നമ്പർ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തരെ ഫുഡ് ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ എന്നോട് പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇവിടുത്തെ കുട്ടികളെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയും. കാരണം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നേരോ അതിനനുസരിച്ചിട്ടുള്ള റീപ്ലൈ തരുന്നു. നല്ല അടിപൊളി പ്രസൻറ്റേഷൻ ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് എങ്ങനെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയ ആ ഒരു അച്ചീവ്മെൻറ്റ് അതെനിക്ക് ലൈഫ് ലോങ് ഇനി എന്തെല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു മൊമെൻറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ചെസ് നമ്പർ ബേസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് പോവുന്നു. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ചെയ്യുന്നു. ആർക്ക് കിട്ടും, എങ്ങനെയാണ് ഞാൻ റിസൾട്ട് പറയുക, അതേപോലെ തന്നെ ഞാൻ ആരാണ്, എങ്ങനെയാണ് ഞാൻ എന്തെല്ലാം വീഡിയോസ് എന്തെല്ലാം ടൈപ്പ് വീഡിയോസ് ഇടുന്നത് ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ഞാനൊന്ന് പുറത്തിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മത്ത് പിടിച്ചിരുന്നു. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ ഫുഡ് ഐറ്റംസിനും അവരുടേതായ സ്നേഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് എങ്ങനെ ഇവരോട് പറയണം. ഇവർ എല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ സ്റ്റാർട്ടിങ് ആണ്, പക്ഷെ അവർ സ്റ്റാർട്ടിങ്ങിൽ പോലും ഇത്രയും എക്സ്പ്രസീവായിട്ട് അവർക്ക് പറയാൻ പറ്റണമെങ്കിൽ അവർ ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാണ്. ശരിക്കും എനിക്ക് എൻ്റെ മൈൻഡിൽ കിട്ടിയ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോൺടെസ്റ്റെല്ലാം ശരിക്കും സ്കൂളുകളിൽ ശരിക്കും നടത്തേണ്ടതാണ്. കാരണം കുട്ടികൾ കുറച്ചും കൂടിയും കുക്കിങ്ങിനോടും അതേപോലെ തന്നെ ഫുഡിൻ്റെ ടേസ്റ്റിനോടെല്ലാം കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യുന്ന ടൈമും കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ എടുത്ത് പറയേണ്ട ഭയങ്കര ഫ്രണ്ട്ലിയും. ഞാൻ അവിടെ പോയ സമയത്ത് നല്ലൊരു സ്വീകരണം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഓരോ ചെസ് നമ്പർ ബേസ് ചെയ്ത് പോകുമ്പോൾ ഓരോ ടേസ്റ്റ് ഇങ്ങനെ ഞാൻ എൻ്റെ വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അവരെ സ്നേഹവും പിന്നെ അവരെ എളിമയും ഓരോ ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ അവിടുത്തെ ഒരു ടീച്ചറാണിത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നോട് വന്ന് സംസാരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് ഞാൻ മാഹിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ടീച്ചേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികൾ ഇതാ ഉന്തിത്തള്ളി ഉള്ളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന. കാരണം എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും അടിപൊളിയേനും അന്നത്തെ ആ ഒരു ഡേ. അങ്ങനെ അവിടുത്തെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് ടേസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകും. പിന്നെ ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതൊന്നല്ല, ഫുഡ് ടേസ്റ്റിംഗ് ഒന്നല്ല. ഇനി ഇവർക്ക് ആർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ 3 കാറ്റഗറിയാണ് ഉണ്ടായത്. അപ്പോൾ അതിലാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഞാൻ കൺഫ്യൂസ്ഡ് ചെയ്യുന്നു. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അതിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റി ആയി കഴിഞ്ഞാലും അതേപോലെ തന്നെ അവരുടെ പ്രസൻറ്റേഷനും എല്ലാം അടിപൊളിയേനും.
പിന്നെ ഇതാ അവിടുത്തെ കുട്ടികളോടെല്ലാം കുറച്ച് സമയം സംസാരിച്ച് അതിനുശേഷമാണ് എന്നെ മാഹി പഠിപ്പിച്ച ആ ഒരു സാറിന് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാ ടീച്ചർ പറയുന്നുണ്ടേനും ഫസ്ന നിന്നെ എനിക്ക് നല്ല ഫേസ് ഓർമ്മ ഉണ്ടേനും, അതാ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. സാറിനും അതുപോലെ തന്നെ ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടേനും എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം ഇങ്ങനൊരു സ്കൂളിൽ ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതെല്ലാം സാറിന് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വലിയൊരു യൂട്യൂബർ ഒന്നല്ല, ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച ആളാണ്. എന്നെപ്പോലെ തന്നെ ഈ യൂട്യൂബിൽ തുടക്കക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്തത് എനിക്ക് ഈ ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം അതേപോലെ തന്നെ സന്തോഷവും തോന്നുന്നു. ഇതെല്ലാം ആയിട്ട് നിങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ട്. കാരണം നിങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെ പോകാനും ആക്കാനും എല്ലാം പറ്റി. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ദുആ അല്ലെങ്കിൽ പ്രയേഴ്സ് എനിക്ക് വേണ്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ച് നിന്ന ഒരാളേ അല്ല. ഞാൻ സാധാരണ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യണം തോന്നി ഞാനിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടിപൊളിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അതേപോലെ തന്നെ ഓരോ കുട്ടികളുടെ ഡെസ്കിൽ പോയിട്ട് ഓരോ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നേരും ഞാൻ ഓരോരുത്തരെയും നല്ല രീതിയിൽ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടേനു. അതേപോലെ തന്നെ ഇവരുണ്ടാക്കിയ ഫുഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഞാനത് പറഞ്ഞിട്ടില്ല. കാരണം അത്രയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്ത് അവരോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിച്ച അതേ റെസ്പോണ്ട് തന്നെ എനിക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോൺടെസ്റ്റ് നടത്തിയ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ പ്രിൻസിപ്പളിനും ആ ഒരു സ്കൂളിനും സ്റ്റുഡൻസിനും എല്ലാവരെയും ഞാൻ നല്ല രീതിയിൽ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ള സ്കൂളിനും ഞാനൊരു മെസ്സേജ് കൊടുക്കുക, ഇങ്ങനത്തെ കോൺടെസ്റ്റ് എല്ലാം നടത്തുമ്പോൾ കുട്ടികളുടെ ആ ഒരു പഠിത്തം മാത്രമുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അവർക്ക് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് ആയിരിക്കും പഠിത്തത്തിനോടും അതേപോലെ തന്നെ ടീച്ചേഴ്സിനോടെല്ലാം. ഞാൻ കുറച്ച് സമയം അവിടുത്തെ പ്രിൻസിപ്പളിനോടും അതേപോലെ തന്നെ ടീച്ചേഴ്സിനോടെല്ലാം സംസാരിച്ചത് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ. ആ ഒരു സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. കാരണം ഇത് IKK എന്ന് പറയുന്ന പന്തക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായി ഹാപ്പി ആയിട്ട് നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.